വെൽക്കം ബാക്ക് ടു JP വ്ളോഗ്സ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ജാസ്മിൻ. ഈ സീസൺ 6 കാണുന്ന മെജോറിറ്റി മലയാളികൾക്കുമുള്ള ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടുള്ള ഏറ്റവും വലിയൊരു ജീവിത പ്രശ്നം എന്ന് പറയുന്നത് ജാസ്മിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. അതായത് 23 വയസ്സുള്ള ഒരു പെൺകുട്ടി ആ ഒരു ഷോയിൽ തുടരുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ ഒരു സീസണിലെ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് വീഡിയോ ആണിത്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ ഈ ബിഗ് ബോസ് സീസൺ 6 നിന്ന് പുറത്താക്കണമെന്ന് മെജോറിറ്റി പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കണ്ടസ്റ്റൻറ്റ് ഈ ഒരു ഷോയിലുള്ള ആരെങ്കിലും ഫിസിക്കലി ഉപദ്രവിച്ചോ? ഇല്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ക്രൈം അതിനുള്ളിൽ ചെയ്തോ? ഇല്ല. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഇവരെ പുറത്താക്കണം എന്ന് തോന്നാനുള്ള റീസൺസ്? അതിലൊന്നാമത്തെ റീസൺ, അതിലുള്ള മറ്റൊരു മെയിൽ കണ്ടസ്റ്റൻറ്റുമായിട്ട് ഭയങ്കരമായി ക്ലോസ് ആയിട്ട് ഇടപഴകുന്നു. അതുപോലെ ഇവർക്ക് ഒരു ദിവസം കുളിക്കാറില്ല, ഒന്നരാടം മാത്രമേ കുളിക്കാറുള്ളൂ, പേഴ്സണൽ ഹൈജീൻ ഇല്ല. ഇതൊക്കെയാണ് ഇത്രയും ജനങ്ങൾ ഈ ഒരു കൊച്ചിനെ, ഈ ഒരു പെൺകുട്ടീനെ വെറുക്കാനുള്ള കാരണം. അത് സത്യത്തിൽ ആലോചിക്കുമ്പം എനിക്കത് മനസ്സിലാകുന്നില്ല. ബിക്കോസ് നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടാതിരിക്കാം, ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടാതിരിക്കാം. പേഴ്സണലി എനിക്ക് ജാസ്മിൻ ഗബ്രി കോംബോ ഈ ഒരു ഷോയിൽ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഒരു എന്താ പറയുക, ഞാൻ ഇനീഷ്യലി ഈ എപ്പിസോഡ്സ് റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഞാൻ റിവ്യൂ നിർത്തിയതിൻ്റെ കാരണം തന്നെ ആ ഷോയിൽ വേറെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കണ്ടില്ലായിരുന്നു. ഈ ഒരു കോംബോ മാത്രം ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു സീസൺ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെ റിവ്യൂ പോലും ചെയ്യാതിരുന്നത്. കാരണം റിവ്യൂ ചെയ്യാൻ മാത്രം അതിൽ ഈ ഒരു വൈൽഡ് കാർഡ്സ് കയറുന്നത് വരെ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കോംബോ അവർ കൊണ്ടുപോയി എന്നുള്ളത് കൊണ്ട് മാത്രം ഇത്രയും ഹേറ്റ്രഡ്, എസ്പെഷ്യലി ജാസ്മിനെ, ഗബ്രിയേക്കാൾ ഈ ഒരു വിഷയത്തിൽ ഇത്രയും ഹേറ്റ്രഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിനാണ്. ഇത്രയും ഒരു വെറുപ്പ് തോന്നേണ്ടുന്ന കാര്യം ഉണ്ടോ? കാരണം നമ്മളെ ഒരു രീതിയിലും ഈ പറയുന്ന ഈ ഒരു ആക്ടുകളൊന്നും, അതായത് ആ കൊച്ചിൻ്റെ പേഴ്സണൽ ഹൈജീൻ ആണെങ്കിലും ഈ ഒരു കോംബോ ആണെങ്കിലും നമ്മൾ ഒരു തരത്തിലും അത് ബുദ്ധിമുട്ടിക്കുന്നില്ല. മീൻസ് നമുക്കത് ആ ഷോയിൽ നമുക്കത് ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് കാണാതിരിക്കാം. ഈ ഒരു കോംബോ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ആ ഒരു കോംബോ വരുന്ന സമയത്ത് കാണാതിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത്രയധികം ഈ ഒരു കൊച്ചിന് ഹേറ്റ്രഡ് വരേണ്ടതുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഈ ഒരു കോംബോ അവരുടെ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആവാം, അല്ലെങ്കിൽ പ്രണയമാകാം, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാണ്ട് അവർ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആവാം, എന്തും ആയിക്കൊള്ളട്ടെ. പേഴ്സണലി എനിക്ക് ആ കോംബോ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നാച്ചുറലായിട്ട് തോന്നിയില്ല. അതായത് നമ്മളിപ്പം ഒരു സിനിമയിലൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയാലും പ്രണയമായാലും ഒക്കെ നമ്മളത് ആസ്വദിക്കുന്നത് അതൊരു നാച്ചുറലായിട്ട് വരുമ്പോഴാണ്. ഇപ്പം ഈ പറയുന്ന ആക്ടേഴ്സൊക്കെ ഓവർ ആക്ട് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നില്ല, നമ്മളത് കാണാൻ ഇഷ്ടപ്പെടുകയില്ല. ഇതെന്ത് ക്രിഞ്ചാണെന്നാണ് നമുക്ക് തോന്നുക. അപ്പോൾ ആ ഒരു സെയിം സാധനമാണ് എനിക്ക് ഈ ഒരു ഗെയിമിൽ ഇവരുടെ ഒരു കോംബോ തോന്നിയത്. ഇതെന്ത് ക്രിഞ്ചാണ്, ഇവർക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ഈ രണ്ടുപേരെയും പുറത്താക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഈ ഒരു വൈൽഡ് കാർഡ്സ് കയറുന്നതിന് മുമ്പ് വരെയുള്ള ഇത്രയും എപ്പിസോഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്ട്രോങ് പ്ലെയർ എന്ന് പറയാൻ ആരും എനിക്ക് തോന്നിയിട്ടില്ല. തുടങ്ങിയ സമയത്ത് അപ്സരയൊക്കെ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊക്കെ അവരുടെ ഗ്രാഫും താണുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമുക്കൊരു ഇയാൾ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു കണ്ടസ്റ്റൻറ്റും ആ ഒരു ഷോയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പം കമ്പാരിറ്റീവ്ലി ഗെയിം കളിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു ഇത്രയും ആൾക്കാരിൽ നിന്ന് മാത്രമാണ് നമുക്ക് കുറച്ച് ഗെയിമേഴ്സിനെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആരും വലിയ രീതിയിൽ ഗെയിം കളിക്കാണ്ടിരിക്കുമ്പം കളിക്കുന്ന കുറച്ച് പേരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ജാസ്മിനും ഗബ്രിയും എന്തായാലും ഉണ്ട്. കാരണം ഒന്നുമില്ലെങ്കിലും ഇത്രയും നാളത്തെ കണ്ടന്റ് അവർ തന്നെയാണ്. ഇപ്പം വൈൽഡ് കാർഡ്സ് പോയിട്ടാണെങ്കിൽ പോലും ആ ഒരു കോംബോ പൊട്ടിക്കാൻ അല്ലെങ്കിൽ അവർക്ക് നേരെയുള്ള അറ്റാക്ക് തന്നെയാണ് മിക്ക വൈൽഡ് കാർഡ്സും നടത്തുന്നത്. സോ ഇതുവരെയുള്ള ഈ ഷോ കൊണ്ടുപോയത് അവരുടെ കോംബോ തന്നെയാണ്. നെഗറ്റീവ് ആണെങ്കിലും അത് ആളുകളിൽ ഇമ്പാക്റ്റ് വരുത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു സീസൺ ഇത്രയധികം പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടത് ഇവരുടെ കോംബോ കാരണമാണ്. ഇത്രയധികം യൂട്യൂബ് ചാനൽസിൽ ഇവർക്കെതിരെയുള്ള വീഡിയോസാണ് ഇത്രയും നാളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോംബോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് നെഗറ്റീവ് തന്നെയാണ്. ആ ഒരു കോംബോ കൊണ്ട് നമ്മൾ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഒന്നും ഒരു
എൻ്റർടൈൻമെൻറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ ആ കോംബോ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. സോ അത് അവർക്ക് നെഗറ്റീവ് തന്നെയാണ്. ഇനി ഇവരെ രണ്ടുപേരും ഇൻഡിവിജ്വലി എടുത്തു കഴിഞ്ഞാൽ രണ്ടുപേർക്കും പോസിറ്റീവ്സ് ഉണ്ട്. ഇൻഡിവിജ്വൽ എടുത്തു കഴിഞ്ഞാൽ രണ്ടാൾക്കും പോസിറ്റീവ്സ് ഉണ്ട്. ഇപ്പം ജാസ്മിൻ്റെ പോസിറ്റീവ്സ് ആയിട്ട് ഞാൻ കാണുന്നത് ആ കുട്ടിയുടെ കോൺഫിഡൻസ്, ഭയങ്കര കോൺഫിഡൻസ് ആണ്. എത്രയധികം ആ കുട്ടീനെ ഇമോഷണലി തളർത്താൻ എല്ലാവരും ശ്രമിക്കുമ്പോഴും ആ കുട്ടി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് ധൈര്യത്തോടെ നിന്ന് അതിനെയൊക്കെ പിന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ നേരിടുന്നുണ്ട്. അത് ആ കുട്ടിയുടെ വലിയൊരു പ്ലസ് തന്നെയാണ്. അതായത് ഈ ഒരു 23 വയസ്സുള്ള ഈ ഒരു കുട്ടിക്ക് ഇത്രയധികം കോൺഫിഡൻസോട് കൂടി ഇത്രയും വലിയൊരു ഷോയിൽ വന്ന് നിന്ന് റിയാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് തന്നെയാണ്. പിന്നെ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം, മോശം രീതിയിലും സംസാരിക്കാൻ അറിയാം. ഞാൻ പോസിറ്റീവ് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കൃത്യമായിട്ട് പോയിന്റ്സ് വെച്ചിട്ട് സംസാരിക്കാൻ അറിയാം, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാം. അതേപോലെ ടാസ്കുകളൊക്കെ നല്ല ആക്റ്റീവായിട്ട് പങ്കെടുക്കാറുണ്ട്. ഇനി ഇൻഡിവിജ്വലി നെഗറ്റീവ് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഒരു പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവാണ്. പിന്നെ ആ ഒരു ചായയിൽ തുമ്മിയ ആ ഒരു ഇൻസിഡൻ്റൊക്കെ തീർച്ചയായിട്ടും നെഗറ്റീവ് തന്നെയാണ്. അതേപോലെ ഒരു സബ്സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കുന്നത്, ഒരു നിലവാരമില്ലാതെ ദേഷ്യമൊക്കെ വരുമ്പോൾ വളരെ നിലവാരമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നതൊക്കെ ഒരു പേഴ്സണാലിറ്റി വൈസ് നോക്കുമ്പോൾ ആ കൊച്ചിൻ്റെ നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ ഇത്രയും പോസിറ്റീവ്സും ഉണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ബിഗ് ബോസ് ടീമിൻ്റെ അണിയറ, അതായത് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ആ ഒരു ടീമിനെ കുറിച്ചാണ്. അൾട്ടിമേറ്റ്ലി ഇതൊരു ബിസിനസ്സാണ്. അവർക്കറിയാം എന്ത് കൊടുത്തിട്ട് ഇതിൻ്റെ TRP കൂട്ടാമെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാലും ഒരു നെഗറ്റീവ് കണ്ടൻറ്റ് വരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് വ്യൂവേഴ്സ് വളരെ കൂടുതലാണ്. കാരണം നെഗറ്റീവ് ആണെങ്കിൽ പോലും എന്താ ഇവർ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് വന്നിട്ട് ആ വീഡിയോ കാണും. അപ്പോൾ അങ്ങനെ അതിനൊത്തിരി വ്യൂവേഴ്സ് ഉണ്ടാവും. നെഗറ്റീവ് പറയാനാണെങ്കിൽ ഒത്തിരി കമൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അത് അൾട്ടിമേറ്റ്ലി ആ യൂട്യൂബ് ചാനൽ നടത്തുന്നതാരോ അവർക്കത് റവന്യൂ ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ ഇതും ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിനേക്കാൾ, ഒരു പോസിറ്റീവ് സാധനത്തിനേക്കാൾ നെഗറ്റീവ് സാധനമാണ് തീർച്ചയായിട്ടും ആളുകളിലേക്ക് കൂടുതൽ സ്പ്രെഡ് ആകും. ഇപ്പോൾ ഈ ഒരു കോംബോക്ക് ഇത്രയും നെഗറ്റീവ് ആണെന്നുള്ളത് എന്തായാലും ഈ ഒരു ബിഗ് ബോസ് ടീം ആദ്യത്തെ കുറച്ച് നാളുകളിൽ തന്നെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് വീണ്ടും ആ നെഗറ്റീവ് സാധനം, ആ ഒരു കോംബോ അവർ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ഒരു നെഗറ്റീവ് കണ്ടന്റ് കൊണ്ട് TRP ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അതായത് ഇപ്പം പലരും ഇവർ തമ്മിൽ ഈ ഒരു കോംബോ വളരെ മോശമാണ്, ലൈവിലൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പലരും പല വീഡിയോസും കമൻസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ്, പലരും എന്ത് ചെയ്യും, ഇതെന്താണ് കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ലൈവ് കുത്തിരുന്ന് കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ കുത്തിരുന്ന് കാണുമ്പോൾ എന്താണ്, അവർക്ക് വ്യൂവർഷിപ്പ് കൂടുക തന്നെയാണ് ചെയ്യുന്നത്. ഇനി വീണ്ടും ജാസ്മിനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജാസ്മിൻ്റെ ഫാദർ കോൾ ചെയ്യുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. അപ്പോൾ ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്കും തോന്നിയിരുന്നു ജാസ്മിനെ ഫേവർ കൊണ്ടാണോ ഈ ഒരു ഷോ പോകുന്നത് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇത് ജാസ്മിനെ ഫേവർ ചെയ്തുകൊണ്ട് പോകുന്ന ഷോ അല്ല, മറിച്ച് ആ ഒരു കൊച്ചിനെ ഇതിൽ യൂസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പിന്നെ നമുക്ക് പറയാം, ഈ ഒരു ഷോയിൽ കയറുന്ന എല്ലാ ആളുകൾക്കും അറിയാം ഇത് ഇങ്ങനത്തെ ഒരു ഷോ ആണ്, നമുക്ക് പുറത്ത് ഭയങ്കര നെഗറ്റിവിറ്റി വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നെല്ലാം അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ എന്നാൽ പോലും ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. മനുഷ്യരാണ്, തെറ്റുകൾ പറ്റും. ആ കുട്ടി ചിലപ്പോൾ അതൊരു ഗെയിം സ്ട്രാറ്റജിയൊക്കെ ആയി കണ്ടിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു കോംബോ എത്രത്തോളം എത്രത്തോളം നെഗറ്റീവായിട്ടാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് ആ വീട്ടിലിരുന്നു കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാവില്ല. നമ്മൾ ഈ പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇത് റെക്കോർഡഡ് ആയിട്ട് നമ്മളെ കാണിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവർ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പം അവരിപ്പം 2 ദിവസം മുമ്പ് അവർ ചെയ്തത് എന്താണെന്നൊന്നും ചിലപ്പോൾ അവർ ഓർത്തെന്ന് പോലും വരില്ല. അതുപോലെ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് 24/7 ലൈവ് ആണെങ്കിൽ പോലും അതും ഒരു എഡിറ്റഡ് വേർഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിന് പുറകിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ളൊരു അജണ്ടയുണ്ട്. അതായത് എന്ത് ആളുകൾ കാണണം, നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യണം, എന്ത് കണ്ടന്റ് ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ള കൃത്യമായിട്ടുള്ള അജണ്ട അവർക്കുണ്ട്. ഓക്കെ, അതായത് ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോ അല്ലായിരിക്കും. അതായത് ഇതിൽ കയറുന്ന കണ്ടസ്റ്റൻസിന് ഒരു സ്ക്രിപ്റ്റും ഒന്നും അവർ കൊടുക്കുന്നില്ലായിരിക്കും. പക്ഷേ അവർക്ക് ഈ കണ്ടന്റ് വെച്ചിട്ട് അത് പ്രേക്ഷകരിലോട്ട് എങ്ങനെ എത്തണം എന്നൊക്കെ
പക്കയുള്ള കൃത്യമായിട്ടുള്ള അജണ്ടയോട് കൂടിയിട്ടുള്ള ഒരു എഡിറ്റഡ് വേർഷനാണ് നമ്മൾ കാണുന്നത്. അതിപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നത്. കാരണം ഞാൻ ഇതിന് മുമ്പ് അങ്ങനെ ലൈവ് കാണുന്ന ആളല്ലായിരുന്നു. അപ്പോൾ മുമ്പൊക്കെ ഞാൻ എപ്പിസോഡ്സ് മാത്രമേ കാണാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഈ വൈൽഡ് കാർഡ്സ് വന്നപ്പം ആ വൈൽഡ് കാർഡ്സ് ആ വീട്ടിൽ കയറിയ ദിവസം തൊട്ട് 2 ദിവസം ഞാൻ ലൈവ് കണ്ടായിരുന്നു വെച്ചാൽ അങ്ങനെ ഫുൾ ടൈം ഇരുന്ന് കാണാനുള്ള സമയമൊന്നുമില്ല. പക്ഷേ ഒരു 1-2 മണിക്കൂറൊക്കെ ഞാൻ ലൈവ് കണ്ടിട്ടുണ്ട്. എന്നിട്ട് എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി എത്രത്തോളം എഡിറ്റ് ചെയ്തിട്ടാണ് അത് വരുന്നത്. അതായത് ഞാൻ 1-2 മണിക്കൂർ കണ്ട സാധനത്തിൽ തന്നെ ഒത്തിരി സംഭവങ്ങൾ കട്ട് ചെയ്തിട്ടാണ് എപ്പിസോഡിലോട്ട് വരുന്നത്. അതിൻ്റെ വലിയൊരു എക്സാമ്പിളാണ് കഴിഞ്ഞ ദിവസത്തെ ആ ഇൻ്റർവ്യൂ ടാസ്കിൽ സിബിൻ്റെ ടീം വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സിബിനാണെങ്കിലും ശ്രീരേഖയാണെങ്കിലും ശ്രീത്തു ആണെങ്കിലും അൻസബയാണെങ്കിലും എല്ലാവരും വളരെ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എസ്പെഷ്യലി സിബിൻ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. പക്ഷേങ്കിൽ അത് അവർ എപ്പിസോഡിലേ ഇട്ടില്ല, മറിച്ച് BB+ലാണ് കൊടുത്തത്. BB+ൽ കൊടുത്തപ്പോൾ ഒത്തിരി എഡിറ്റ് ചെയ്തിട്ട് ശ്രീരേഖയുടെ പോർഷനൊന്നും ഒട്ടുമില്ലായിരുന്നു. സിബിൻ്റെയും ശ്രീരേഖയുടെയൊക്കെ ഒരു മാസ് ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് മാന്യത എന്ന് ചോദിക്കുമ്പോൾ നിനക്കില്ലാത്തതും നമുക്കുള്ളതുമാണ് മാന്യത എന്നൊക്കെ പറയുന്നത് നല്ലൊരു ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പക്ഷേങ്കിൽ BB+ലോട്ട് വന്നപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഞാൻ ജസ്റ്റ് ഒരു 1-1.5 മണിക്കൂർ കണ്ട സാധനത്തിൽ തന്നെ ഇത്രയും കട്ട് ചെയ്തിട്ടാണ് ഷോയിൽ വരുന്നതെങ്കിൽ ഈ 24 മണിക്കൂർ നടക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. അതായത് ആ ഒരു 1-1.5 മണിക്കൂറിൻ്റെ സാധനം മാത്രം ഇവർ ഫിൽട്ടർ ചെയ്തെടുക്കുമ്പം അത് ഈ ടീമിന് കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടി അവർ ഫിൽട്ടർ ചെയ്ത സാധനമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചിലപ്പം നമ്മൾ ഈ വാഴകൾ എന്നൊക്കെ പറയുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടാവും. ഞാൻ ഈ ഒരു സീസൺ മാത്രമല്ല പറയുന്നത്, കഴിഞ്ഞ കുറേ സീസൺസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പലരെയും ഇവരെന്താ ഒന്നും ചെയ്യുന്നില്ല, ഒട്ടും ആക്റ്റീവ് അല്ലല്ലോ വാഴകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ, ചിലപ്പോൾ അവർ ആക്റ്റീവായിട്ട് തന്നെയായിരിക്കും തോന്നുന്നുണ്ടാവുക. കാരണം അവരും ചിലപ്പം സംസാരിച്ചിട്ടും കണ്ടൻ്റൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും എപ്പിസോഡിൽ വരുമ്പോൾ വന്നിട്ടുണ്ടാവില്ല. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ഷോനെ ജസ്റ്റ് ഒരു ടൈം പാസിനുള്ളൊരു ഗെയിം ഷോ ആയിട്ട് മാത്രം നമ്മൾ കാണാൻ പഠിക്കണം. ആരെയും നമ്മളൊരു പേഴ്സണലി ഈ ഒരു ഷോയിൽ ഉള്ള അവരുടെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് ആളുകളെ ഇഷ്ടപ്പെടാം. നമ്മൾ കാണുന്ന ആ ഒരു സമയത്തെ പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് ആളുകളുടെ ഒരു ഗെയിം വിലയിരുത്താം. പക്ഷെ അതിനപ്പുറത്തേക്ക് അവരുടെ ഒരു പേഴ്സണാലിറ്റിയോ അവരുടെ ഒരു വ്യക്തിത്വമോ കൂടുതലായിട്ട് നമ്മൾ അതിനെ ആരാധിക്കാനോ അല്ലെങ്കിൽ വെറുക്കാനോ ഒരു ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യാനോ പോവരുത്. കാരണം ഇതൊക്കെ ബാധിക്കുന്നത് അതിലുള്ള കണ്ടസ്റ്റൻസിനെ മാത്രമാണ്. ഈ ഷോനെ ഒരിക്കലും അത് ബാധിക്കുന്നില്ല. നമ്മളെപ്പോഴും എല്ലാ സീസൺസും നമ്മൾ കാണുമ്പം അനീതിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ പറയും ഇനി ഈ ബിഗ് ബോസ് ഷോ നമ്മൾ കാണില്ല, ഇതിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത സീസൺ വരുമ്പോൾ വീണ്ടും വ്യൂവർഷിപ്പ് കൂടുന്നേ ഉള്ളൂ, വ്യൂവർഷിപ്പ് കുറയുന്നില്ല. ഈ ഷോനെ ഇത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല. എന്ത് നെഗറ്റീവ് വന്നാലും ഈ ഷോനെ അത് ബാധിക്കുന്നില്ല. ഷോ പഴയതിലും ഭംഗിയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. പക്ഷേങ്കിൽ ഇതിൽ വരുന്ന മത്സരാർത്ഥികളെ അത് വ്യക്തിപരമായി ബാധിക്കുന്നു. നമുക്ക് തന്നെ അറിയാം, മുമ്പുള്ള സീസൺസിലൊക്കെ പല ആളുകളും ഈ ഒരു ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഡിവോഴ്സ് വരെ എത്തിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷോ കാണുന്ന പ്രേക്ഷകരായ നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കണം. അതായത് ഇതൊരു ഗെയിം ഷോ ആണ്. ഈ ഒരു ടീമിൻ്റെ പ്ലാനിങ്ങിലുള്ള ഒരു എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു എഡിറ്റഡ് വേർഷനാണ് നമ്മൾ കാണുന്നത്. ആ ഒരു എഡിറ്റഡ് വേർഷൻ വെച്ചിട്ട് നമുക്ക് ഒരാൾ നല്ലതാണ്, ഒരാൾ ചീത്തയാണ്, അയാളുടെ വ്യക്തിത്വം നല്ലതാണ് എന്ന് നമുക്ക് 100% പറയാൻ സാധിക്കില്ല. 100% പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതൊരു ഗെയിമായി കണ്ട് ആരൊക്കെയാണ് ആക്റ്റീവായിട്ട് നമ്മൾ കാണുന്ന സമയത്ത് ആരൊക്കെയാണ് ആക്റ്റീവായിട്ട് കളിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് വോട്ട് ചെയ്യാം, ആളുകളെ സപ്പോർട്ട് ചെയ്യാം, അല്ലാത്ത ആളുകളെ പുറത്താക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതൊന്നും പേഴ്സണലി എടുക്കാതിരിക്കുക. ഒരാളുടെ പേഴ്സണാലിറ്റി ഒക്കെ വെച്ചിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് ഇത് കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള ഞാനടക്കമുള്ള, അതിപ്പോൾ ഞാനും ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾ തന്നെ, ഞാനിങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. ഇതിനു മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫാദറിൻ്റെ കോൾ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താണ് ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള രീതിയിലാണോ ഈ ഷോ പോകുന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ എപ്പിസോഡ്സും പിന്നെ ഞാൻ തന്നെ സ്വയം ഇതിനെ അനലൈസ് ചെയ്തു. പിന്നെ മുമ്പുള്ള സീസണിനെ കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതായിരുന്നു നമ്മുടെ ആര്യൊക്കെ ഉണ്ടായിരുന്നൊരു സീസൺ, രജിത് കുമാറിൻ്റെ സീസൺ. ആ സീസൺ അപ്പോൾ ലൈവ് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ.
അപ്പോൾ ആ ഒരു എപ്പിസോഡിൽ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി രജിത് കുമാറിനൊരു വലിയൊരു ഫാൻ ബേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനും രജിത് കുമാറിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. സപ്പോർട്ട് ചെയ്ത ഇൻ ദ സെൻസ് അയാളുടെ സ്യൂഡോ സയൻസിനെയോ ബിഗ് ബോസിന് പുറത്തുള്ള അയാളുടെ അഭിപ്രായങ്ങളെ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആസ് എ ഗെയിമർ അയാളെ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം അവർ ഈ പറയുന്ന ആരെയും മറ്റു പലരും വളരെ നെഗറ്റീവായിട്ട് ഗെയിം കളിക്കുന്നതായിട്ടാണ് നമ്മൾ പ്രേക്ഷകർ കണ്ടത്, അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം നമ്മളെ കാണിച്ചത്. അപ്പോൾ അവർ തന്നെ അതിൽ ഞെട്ടുന്നുണ്ടായിരുന്നു. ഈ രജിത് കുമാറിന് ഇത്രയും ഫാൻ ബേസ് ഉണ്ടെന്ന് കാണുമ്പം അവർ അതിൽ ഞെട്ടുന്നുണ്ട്. അപ്പോൾ അന്നൊന്നും പക്ഷെ ഞാൻ ഈ ഒരു രീതിയിൽ ചിന്തിച്ചത് ഇപ്പം ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ആ ഒരു എഡിറ്റഡ് വേർഷൻ നമ്മൾ കാണുമ്പോൾ അതിൽ രജിത് കുമാറിനെ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ക്രിപ്റ്റായിട്ടാണ് അവരതിനെ നമ്മളെ കാണിച്ചത്. അതിനപ്പുറത്ത് ഈ പുള്ളി ആ വീട്ടിൽ മറ്റെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ട് ആ പുള്ളിക്ക് ഇത്രയധികം ആ വീട്ടിലുള്ള എല്ലാ ആളുകളും ആ പുള്ളിയെ ഇത്രയധികം ടാർഗറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള സാധനം നമ്മളെ കാണിച്ചില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ ഇങ്ങനെ ഒരു വൈഡ് പേഴ്സ്പെക്റ്റീവിൽ ഈ ഒരു ഷോനെ കാണണം. അതേപോലെ ഇപ്പം കുറച്ച് ഇമോഷണലി ഡൗൺ ആയിട്ടാണ് ജാസ്മിൻ എനിക്ക് ഈ ഒരു ഷോയിൽ തോന്നുന്നത്. അതും എല്ലാവരും ഭയങ്കര ആ കുട്ടിയുടെ ആക്ടിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെയും നെഗറ്റീവ് തന്നെയാണ്. ജാസ്മിനെ പോസിറ്റീവായിട്ട് പറയുന്നവർ വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. പക്ഷേ ഇമോഷണലി ഡൗൺ ആകുന്നത് ഒരിക്കലും ഒരു ഡ്രാമയാണെന്ന് വിശ്വസിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ബിക്കോസ് ഭയങ്കര നെഗറ്റീവ് ആണ് പുറത്തുനിന്നുള്ളത്. ആ കുട്ടിക്ക് കുറേ ഹിൻഡ് കിട്ടി. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ സായി കൃഷ്ണ കയറിയപ്പോഴത്തേക്കും ആ കുട്ടിയുടെ ഫിയാൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അങ്ങനെ തീർച്ചയായിട്ടും ഒരു ഇമോഷണലി ഡൗൺ ആയിട്ടുണ്ട്. അതിപ്പോൾ പുറത്ത് ആസ് എ ഗെയിമർ ആ കുട്ടി ഇതൊക്കെ ഉണ്ടായിട്ടും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ കളിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഇമോഷണലി ഡൗൺ ആക്കിയിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഡ്രസ്സ് എത്തിക്കുന്നില്ല, വീട്ടുകാരും സപ്പോർട്ടിനില്ല എന്നൊക്കെയുള്ള തോന്നലുകൾ ആ കുട്ടി ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ചിന്തിക്കുന്നത് അത് അഥവാ ഒറിജിനൽ ആണെങ്കിലോ എന്നാണ്. അത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നൊന്നും നമുക്കറിയില്ല, ഡ്രാമയാണോ ഒന്നും നമുക്കറിയില്ല. ഞാൻ ചിന്തിക്കുന്നത് അഥവാ ഇത് ഡ്രാമയൊന്നും അല്ലെങ്കിലോ ഈ കൊച്ചു ശരിക്കും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയത് തന്നെ ആണെങ്കിലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം ആ കുട്ടിയുടെ പ്രായം കണക്കിലെടുത്ത് അതൊരു ചെറിയൊരു കുട്ടിയാണ്. ഇപ്പം 23 വയസ്സുള്ളൊരു കുട്ടി എന്നൊക്കെ പറയുമ്പം എൻ്റെ കസിൻസൊക്കെ ഉണ്ട്. ഈ ഒരു പ്രായത്തിലുള്ള കസിൻസിനൊക്കെ ഞാനൊക്കെ കാണുന്നത് കൊച്ചു കുട്ടിയായിട്ടാണ്. അതായത് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ചില തെറ്റുകളൊക്കെ ചെയ്യുമ്പം ആ ഒരു തെറ്റ് വെച്ച് ഇത്രയും നാളുകളായിട്ട് അതിനെ ആ കുട്ടിക്കെതിരെ ഇങ്ങനെ ഹേറ്റ്രഡ് വരുത്തേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം. അതായത് എൻ്റെ ഒരു സംശയം, ആ കുട്ടിക്ക് ആ തെറ്റുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള അവസരം കൊടുക്കൂ. എന്നിട്ട് പിന്നെ വീണ്ടും ആ കുട്ടി ഗെയിമിലോട്ട് വരട്ടെ. നമ്മളിപ്പോൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ഈ ഒരു കോംബോ കാരണം ഈ ഷോ കാണാൻ പറ്റുന്നില്ല, ഭയങ്കര ബോറാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇപ്പോൾ ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ ചെറിയ രീതിയിലെങ്കിലും ആ കോംബോ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തായാലും അവരുടെ ഗെയിമിൽ വന്നിട്ടുണ്ട്. ഇപ്പം എന്തായാലും പഴയ പോലെ ആ കോംബോ അത്ര ശക്തമായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ഗെയിമിൽ. അങ്ങനെ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് കൂടുതൽ എൻഗേജിങ് ആയിട്ട് ഈ ബിഗ് ബോസ് ഷോ മാറട്ടെ. പേഴ്സണൽ അറ്റാക്കിലോട്ട് പോവാതെ നമുക്ക് ഗെയിമേഴ്സ് ആയിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഈ വൈൽഡ് കാർഡ്സിൻ്റെ എൻട്രിയോട് കൂടി വൈൽഡ് കാർഡ്സിൽ നല്ല പ്രതീക്ഷയുണ്ട്. എസ്പെഷ്യലി സിബിൻ ഒരു വ്യക്തിഹത്യ ചെയ്യാതെ അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കാതെ വളരെ നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ട് കൃത്യമായിട്ട് എന്താ പറയുക ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് നിലപാടില്ലായ്മയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പം അവിടെ ജാസ്മിൻ കുറച്ച് ഡൗൺ ആവുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗെയിം കളിച്ച് തോപ്പിക്കും. എല്ലാവരും ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ആരും അങ്ങനെ ഭയങ്കര വീക്കായിട്ട് പാർട്ടി ആ വീട്ടിലാരുമില്ല. വൈൽഡ് കാർഡ്സ് കയറിയതോടുകൂടി എല്ലാവരും ഒന്ന് ഉണർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കി എല്ലാവരും ഉയർന്നു വരട്ടെ. എല്ലാവരും ഉയർന്നു വന്ന് ആർഗ്യുമെന്റ്സിലൂടെ ആക്ഷനിലൂടെ ടാസ്കുകൾ നന്നായി കളിച്ച് ആ കൊച്ചിനെ തോപ്പിക്കട്ടെ. ആ കുട്ടി പുറത്താവുമ്പോൾ പുറത്താവട്ടെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഷോ കഴിയുന്നതോടുകൂടി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മറക്കാൻ സാധിക്കണം. കാരണം അവർക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ആ ബിഗ് ബോസ് വീടിനപ്പുറത്തേക്ക് പുതിയ അവർ ഈ പറയുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും അവർക്ക് മറ്റൊരു ലൈഫുണ്ട്. ജാസ്മിനെതിരെ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പോലും കാരണം ഈ കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ ഈ കുട്ടീനെ കണ്ടപ്പം ഞാൻ ചിന്തിച്ചത് ഇതാണ്. കാരണം ഇപ്പോൾ ആ ഒരു വീട്ടിനുള്ളിൽ നിൽക്കുന്നത് കൊണ്ട് അതേപോലെ ഈ ടാസ്കുകളും പിന്നെ ഈ ഒരു ഷോൻ്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഈ മൈക്കും അതും ഇതും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു എൻവയോൺമെൻറ്റിൽ നിൽക്കുമ്പം
പുറം ലോകത്തിലുള്ള, അതായത് നമ്മൾ തീർച്ചയായിട്ടും പുറം ലോകവുമായിട്ട് ഒരു ഡിസ്കണക്റ്റ് ആയിട്ട് ആണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ആണ്, ഈ നെഗറ്റിവിറ്റി എത്രത്തോളം ആണെന്നൊന്നും അതിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ കുട്ടി പുറത്ത് വരുമ്പോഴാണ് ഈ ഒരു ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ആണെന്ന് ആ കുട്ടി മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് ഒരു ഡിപ്രഷനിലോട്ട് ഒന്നും പോകാതിരിക്കണം. കാരണം അതിന് മാത്രമുള്ള തെറ്റുകളൊന്നും ആ കുട്ടി ചെയ്തിട്ടില്ല. ഇതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. അതായത് ആ കുട്ടി എങ്ങനെ മറ്റൊരാളോട് ഇടപഴകണം എന്നൊക്കെയുള്ളത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അത് നമ്മളെ ബുദ്ധിമുട്ടിക്കാത്തിടത്തോളം കാലം നമുക്കത് ഇഷ്ടപ്പെടാതിരിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രയോറിറ്റീസുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതായത് ഈ ഒരു ഗെയിം ഷോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു അഡിക്റ്റീവ് ഷോ ആണ്. അപ്പോൾ ഈ ഒരു ഷോയിൽ നമ്മൾ ഇൻവോൾവായി അതിൽ അനീതി കാണുമ്പോൾ ഓ മൈ ഗോഡ് ഇതെന്താണ്, ഇങ്ങനെയല്ലല്ലോ വേണ്ടത്, അങ്ങനെയല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സമാധാനം കൂടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പ്രേക്ഷകരുടെ മൈൻഡ് വെച്ചിട്ട് ബിഗ് ബോസ് ടീം നടത്തുന്നൊരു മൈൻഡ് ഗെയിമാണ് ഈ ബിഗ് ബോസ് ഷോ. സോ നമ്മളത് മനസ്സിലാക്കി നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാത്ത രീതിയിൽ ഇതിനെ ജസ്റ്റ് ഒരു ഗെയിമായി കണ്ട് ജസ്റ്റ് ഒരു ടൈം പാസ്സായി കണ്ട് വിടുക. എന്നിട്ട് നമ്മളുടെ പ്രയോറിറ്റീസുമായി ജീവിതത്തിൽ മുന്നോട്ട് പോവുക. അതേപോലെ ഇതിൽ നിറങ്ങുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ അത് കഴിഞ്ഞിട്ടും അവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകാനുള്ള സ്പേസ് അവർക്ക് നൽകുക. ഇത്രയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പോയിന്റ്സ് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.